മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കോർപ്പറേഷനിലെ കയ്യാങ്കളിയല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ മാർച്ചിൽ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിലെ പ്രൊഡക്ഷൻ വാറന്റ് പ്രകാരമാണ് സുഗതനെ ഹാജരാക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് 2 ദിവസത്തേക്ക് സുഗതനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അനുരു അശോകൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനുരു, ഗുഡ് മോർണിംഗ്. സുഗതൻ കരുതൽ തടങ്കലിലായിരുന്നു, തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ഇന്ന് കോടതിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ വൈകുന്നേരം 6:30 വിയൂർ സെൻട്രലിൽ നിന്ന് ട്രെയിൻ മാർഗം സുഗതനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. തുടർന്ന് ഇദ്ദേഹത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയായിരിക്കും സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഈ വധശ്രമ കേസാണ് സുഗതനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 4 വധശ്രമ കേസിലടക്കം 19 കേസുകളിലാണ് സുഗതൻ പ്രതിയാണ്. ഇതിൽ 18 വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ഈ വട്ടിയൂർക്കാവ് ക്ഷേത്രത്തിലെ വെള്ളൈക്കടവ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് 2 പേരെ മാരകായുധങ്ങളുമായി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് കഴിഞ്ഞ ജൂൺ 9 ഒളിവിൽ കഴിയായിരുന്ന സുഗതനെ പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയത്. ഈ കേസിൽ ഇന്ന് വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് 2 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. എന്തായാലും സുഗതനെ ഈ പറയുന്ന കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് തെളിവെടുപ്പിന് ശേഷമായിരിക്കും തിരിച്ച് വീണ്ടും റിമാൻഡിലേക്ക് പോവുക. എന്തായാലും വലിയൊരു സുരക്ഷയോടുകൂടി തന്നെയായിരിക്കും തെളിവെടുപ്പ് നടക്കുക. നമുക്കറിയാം, ഈ സുഗതൻ തുടങ്ങി വെച്ച അടിയാണ് ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുടങ്ങുന്നത്. കൂടാതെ നാം കാണേണ്ട മറ്റൊരു കാര്യം, സുഗതൻ ഇപ്പോൾ വാഴോട്ടുകോണം കൗൺസിലറാണ്, ബി.ജെ.പിയുടെ പ്രധാന നേതാവാണ്. എന്നാൽ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിലും മറ്റ് കൗൺസിലർമാരൊക്കെ സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം കാപ്പ കേസിൽ റിമാൻഡിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കാപ്പ കേസിൽ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുഗതൻ കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് ജാമ്യം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകും. കാരണം 51 അതൊരു സ്വതന്ത്രൻ്റെയും കൂടെ കൂട്ടിയാണ് കേവല ഭൂരിപക്ഷം 101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളാണ് ബി.ജെ.പിക്കുള്ളത്. ഒരു സ്വതന്ത്രനും കൂടെ കണ്ണമ്മൂലയിലെ കൗൺസിലറായ പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം കൂട്ടിയാണ് ബി.ജെ.പി ഭരിക്കുന്നത്. ഒരുപക്ഷേ സുഗതൻ്റെ ഈ ഒരു കൗൺസിലർ സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ അത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു വലിയ പരീക്ഷണമായി മാറും. ഒരുപക്ഷേ CPM-ഉം കോൺഗ്രസും UDF-ഉം കൂടെ ഇവിടെ കൈകോർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ ബി.ജെ.പിക്ക് ഭരണം നഷ്ടപ്പെട്ടേക്കാമെന്നൊരു സ്ഥിതിയുണ്ട്. പക്ഷേ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ സുഗതനെ പരമാവധി സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് ബി.ജെ.പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ അടിയടക്കം നമ്മൾ കണ്ടതാണ്, കയ്യാങ്കളി അടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് സുഗതനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വട്ടിയൂർക്കാവ് പോലീസിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ തെളിവെടുപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നാം കാണേണ്ടത്. വ്യക്തമാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായി ആർ സുഗതനെ ഇന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും.